ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ലഞ്ചിന് എന്താ സ്പെഷ്യൽ എന്നറിയണ്ടേ? പ്രോൺസ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രോൺസ് റോസ്റ്റ്. എണ്ണ ചൂടായപ്പോഴത്തേക്ക് പ്രോൺസ് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് കേട്ടോ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഞാൻ അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതേ എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വന്നപ്പോഴത്തേക്കും ഒരു വല്യുള്ളി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല ഇത്രയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഞാനൊരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ നന്നായിരിക്കും. ഇനി അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണേ. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വീട്ടിൽ ഈസി ആയിട്ട് പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പയറുതോരൻ, അവിയൽ, ചക്കാവിയൽ, പ്രോൺസ് റോസ്റ്റ്, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, അച്ചാറ്, രസം ഇത്രയും കൂട്ടിയാണ് കേട്ടോ ലഞ്ച് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.